1987 ഈ വിജിതൻ വാഹിതനാകുന്നത്. വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ പല ആശങ്കകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിവാഹ ദിനത്തിൻ്റെ 23 ദിവസം എൻ്റെ എല്ലാമായിരുന്ന ഉപ്പ മരണപ്പെടലോടുകൂടെ ഇനി എന്തായിരിക്കും സാമ്പത്തിക അവസ്ഥ. അപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ, അതുവരെ കൂട്ടുകുടുംബങ്ങളെക്കുറിച്ചൊരു ചിന്തയുമില്ലാത്തത്, വിവാഹിതനായി അടിപൊളി ജീവിതം, ഒരു ദിവസം മട്ടൻ, അടുത്ത ദിവസം ചിക്കൻ, അടുത്ത ദിവസം മുന്തിയ ഇനം മത്സ്യങ്ങൾ, എല്ലാവരിലും സംസാരമായി. അപ്പം എല്ലാവരും പറയാൻ തുടങ്ങി, ഇത് കല്യാണം കഴിച്ചാൽ അങ്ങനെയാണ്. അതങ്ങ് അള്ളാഹു തആല എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം തുറന്നു തരും, ഇഷ്ടം പോലെ കിട്ടും. ആ കൂട്ടുകാരനെ തേടി സ്വകാര്യമായിട്ട് അന്വേഷിച്ചു. നിങ്ങൾ കല്യാണം കഴിക്കുന്നത് വരെ കൂട്ടുകുടുംബങ്ങളും തീരെ ശ്രദ്ധിക്കാറില്ല എന്ന്, പലപ്പോഴും നിങ്ങളെക്കുറിച്ച് ഉമ്മയും ഉപ്പയും നോക്കാറില്ലെന്ന് പരാതി കേൾക്കാറുണ്ട്. വിവാഹിതനാവലോടുകൂടെ എല്ലാം അടിമുടി മാറി. എല്ലാ ദിവസവും മട്ടനും ചിക്കനും ബീഫും മുന്തിയ ഇനം മത്സ്യങ്ങളും ഹൈ ക്വാളിറ്റി ഭക്ഷ്യവസ്തുക്കളും ബേക്കറികളും ഇങ്ങനെ നിരന്തരം കൂട്ടിലേക്ക് കൊണ്ടുവരണം. അപ്പം ഉപദേശിച്ചു, അതങ്ങനെ തന്നെയാണ്, ഓരോ കാര്യം അപ്പപ്പോ എല്ലാ അള്ളാഹു എളുപ്പാക്കി തരും. എങ്ങനെയാണ് എന്നാലൊന്ന് പറയാൻ പറ്റുമോ? അപ്പം എന്നോട് പറഞ്ഞത്, അന്നത്തെ പ്രധാനമന്ത്രി സ്വയം തൊഴിൽ പദ്ധതി അനുസരിച്ച് SLC പാസ്സായ മുഴുവൻ ആളുകൾക്കും 30,000 രൂപ ലോൺ കൊടുത്തിരുന്നു. അങ്ങനെ 24,000 രൂപ ചെലവഴിച്ച് നല്ലൊരു റൈസ് മിൽ തുടങ്ങി. ബാക്കി 6,000 രൂപ ഉണ്ടായിരുന്നു. ഈ 6,000 രൂപ എടുത്തിട്ടാണ് ഈ ആഗോലും മയക്കോറയും മട്ടനും ചിക്കനും ബീഫും. കാലങ്ങൾ കൂടുതൽ കഴിയേണ്ടി വന്നില്ല. ബിസിനസ് പൂട്ടേണ്ടി വന്നു, വീടും പറമ്പും ജപ്തി ചെയ്യേണ്ടി വന്നു. വിത്ത് കുത്തി തിന്നാൻ പാടില്ല, വീട് വിറ്റ് വിലസാൻ പാടില്ല, ചെലവഴിക്കേണ്ട കാശ് മൂലധനത്തിന് കോട്ടം പറ്റാൻ പാടില്ല. അപ്പോൾ എപ്പോഴും ചെലവഴിക്കേണ്ടത് എനിക്ക് മൂലധനമാണോ വരുമാനമാണോ? കിട്ടുന്ന കാശിൽ എത്ര ചെറുതാണെങ്കിലും 1% എനിക്ക് ഡെപ്പോസിറ്റ് വേണം, സൂക്ഷിപ്പ് വേണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്കൊക്കെയും സമ്പാദിക്കാൻ പറ്റൂ. എത്രയാണോ എൻ്റെ വരുമാനം, ആ വരുമാനത്തിൽ നിന്ന് എനിക്ക് എത്രത്തോളം ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമോ ആ ഒരു ഭാഗം, എനിക്ക് 30,000 രൂപ ശമ്പളമാണെങ്കിൽ ഒരു 10,000 രൂപ ഞാൻ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുക. 20,000 രൂപ എനിക്ക് ശമ്പളമുള്ളൂ എന്ന് മനസ്സിലാക്കി ചെലവുകൾ നിയന്ത്രിച്ച് വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിച്ചാൽ ആർക്കും ഭാരമാകാതെ, ആരെയും പ്രയാസപ്പെടുത്താതെ എന്നും സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കാൻ കഴിയും.